ഇവിടെ വന്നത് പുതിയകാവ് മാവേലിക്കരയുള്ള ദീപം ലോ അക്കാഡമിയുടെ LLB എൻട്രൻസ് സ്റ്റുഡൻസിന് ആവശ്യമായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തൊരു ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ കാലാവസ്ഥയെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നേരെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. അപ്പോൾ ഇന്ത്യയിൽ പ്രധാനമായി എത്ര തരം കാലാവസ്ഥകളുണ്ട്? പ്രധാനമായിട്ടും 4 തരം കാലാവസ്ഥകളാണ് ഇന്ത്യയിൽ അനുഭവപ്പെടുന്നത്. There are 4 types of climates in India. ഇന്ത്യയിലെ പ്രധാനമായിട്ടും 4 തരം കാലാവസ്ഥകൾ. അപ്പോൾ ഏതൊക്കെയാണ് ഈ കാലാവസ്ഥകൾ? ഏതൊക്കെയാണ്? വിന്റർ സീസൺ, സമ്മർ സീസൺ, സൗത്ത് വെസ്റ്റേൺ മൺസൂൺ സീസൺ ആൻഡ് നോർത്ത് ഈസ്റ്റേൺ മൺസൂൺ സീസൺ. അങ്ങനെ 4 തരം കാലാവസ്ഥകളാണ് ഇന്ത്യയിൽ അനുഭവപ്പെടുന്നത്. അപ്പോൾ നമുക്ക് വിന്റർ സീസണെ കുറിച്ച് പറയാം. വിന്റർ സീസൺ, ഇപ്പോൾ വിന്റർ സീസൺ എന്ന് മുതൽ എന്ന് വരെയാണ്? വിന്റർ സീസൺ എന്ന് മുതൽ എന്ന് വരെയാണ്? ഡിസംബർ ടു ഫെബ്രുവരി ഇന്ത്യയിൽ തണുപ്പുകാലം അല്ലെങ്കിൽ മഞ്ഞുകാലം അനുഭവപ്പെടുന്നത് എന്ന് മുതൽ എന്ന് വരെയാണ്? ഡിസംബർ മുതൽ ഫെബ്രുവരി വരെയാണ്. അല്ലെങ്കിൽ കേട്ടോ, തണുപ്പുകാലം ഡിസംബർ മുതൽ ഫെബ്രുവരി വരെയാണ്. കേരളത്തിലും അങ്ങനെ തന്നെയാണ്. ഡിസംബർ മുതൽ ഫെബ്രുവരി വരെയാണ് കേരളത്തിലും എന്തനുഭവപ്പെടുന്നത്? തണുപ്പ് അനുഭവപ്പെടുന്നത്. അതുപോലെ പറയുകയാണെങ്കിൽ കേരളത്തിൽ ഏറ്റവും തണുപ്പ് കൂടിയ മാസം ഏതാണ്? കേരളത്തിൽ ഏറ്റവും തണുപ്പ് കൂടിയ മാസം ഏതാണ്? ജനുവരിയാണ്. കോൾഡസ്റ്റ് മന്ത് ഓഫ് കേരള, ആൻസർ ജനുവരി. കോൾഡസ്റ്റ് മന്ത് ഓഫ് ഇന്ത്യ, ആൻസർ എന്താണ്? ജനുവരിയാണ്. ഇന്ത്യയിലെയും കേരളത്തിലെയും ഏറ്റവും തണുപ്പ് കൂടിയ മാസം ഏതാണ്? ജനുവരിയാണ്. ഇന്ത്യയിലെ ഒരു സംസ്ഥാനം മാത്രമാണ് എന്ത്? കേരളം. കേട്ടോ, പക്ഷെ നമ്മളൊക്കെ കേരളീയരാണ്. അതുകൊണ്ടാണ് ഈ കേരളം എന്ന പേര് സ്പെസിഫൈ ചെയ്ത് പറയുന്നത്. കേട്ടോ. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും തണുപ്പ് കൂടിയ മാസം ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും തണുപ്പ് കൂടിയ മാസം ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും തണുപ്പ് കൂടിയ മാസം ജനുവരിയാണ്. കേരളത്തിലും ഏറ്റവും കൂടുതൽ തണുപ്പ് കൂടിയ മാസം ഏതാണ്? ജനുവരി തന്നെയാണ്. ഇനി ഇന്ത്യയിൽ ഏറ്റവും തണുപ്പ് കൂടിയ സ്ഥലം ഏതാണ്? ഇന്ത്യയിൽ ഏറ്റവും തണുപ്പ് കൂടിയ സ്ഥലം ഡ്രാസ്. എവിടെയാണ്? ഡ്രാസ്. ഇന്ത്യയിൽ ഏറ്റവും തണുപ്പ് കൂടിയ സ്ഥലം ഡ്രാസ് ആണ്. കോൾഡസ്റ്റ് പ്ലേസ് ഓഫ് ഇന്ത്യ, ആൻസർ ഡ്രാസ്. അതുപോലെ തന്നെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ തണുപ്പ് കൂടിയ സ്ഥലം ഏതാണ്? മൂന്നാറാണ്. ഏതാണ്? മൂന്നാറാണ്. കോൾഡസ്റ്റ് പ്ലേസ് ഓഫ് കേരള, ആൻസർ മൂന്നാർ. ജില്ല ഇടുക്കിയാണ്. കേട്ടോ. മൂന്നാർ ലൊക്കേറ്റഡ് അറ്റ് ഇടുക്കി ഡിസ്ട്രിക്റ്റ്. മൂന്നാർ എവിടെയാണ്? ഇടുക്കി ജില്ലയിലാണ്. അതുപോലെ പറയുകയാണെങ്കിൽ മൂന്നാർ ഒരു പേരിൽ അറിയപ്പെടുന്നുണ്ട്. മൂന്നാർ അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? സൗത്ത് ഇന്ത്യയിലെ കാശ്മീർ എന്നറിയപ്പെടുന്നു. കാശ്മീർ ഓഫ് സൗത്ത് ഇന്ത്യ, ആൻസർ മൂന്നാറാണ്. കാശ്മീർ ഓഫ് സൗത്ത് ഇന്ത്യ, ആൻസർ മൂന്നാർ. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ്. നമ്മൾ മഞ്ഞുകാലത്തെക്കുറിച്ച് പറഞ്ഞു, അതായത് തണുപ്പ് കാലത്തെക്കുറിച്ച് പറഞ്ഞു. ഇനി നമ്മൾ എന്തിനെക്കുറിച്ച് പറയുകയാണ്? നമ്മൾ വേനൽക്കാലത്തെക്കുറിച്ച് പറയുകയാണ്. വേനൽക്കാലം എന്ന് മുതൽ എന്ന് വരെയാണ്? വേനൽക്കാലം ഇന്ത്യയിൽ അനുഭവപ്പെടുന്നത് മാർച്ച് മുതൽ മെയ് വരെയാണ്. മാർച്ച് ടു മെയ്. അതുപോലെ തന്നെ ഇന്ത്യയിൽ ഏറ്റവും ചൂട് കൂടിയ മാസം ഏതാണ്? ഇന്ത്യയിൽ ഏറ്റവും ചൂട് കൂടിയ മാസം ഏതാണ്? മെയ് മാസമാണ്. ഹോട്ടസ്റ്റ് മന്ത് ഓഫ് ഇന്ത്യ, ആൻസർ മെയ്. അതുപോലെ ഹോട്ടസ്റ്റ് മന്ത് ഓഫ് കേരള ഏതാണ്? മെയ്. കേരളത്തിലും ഏറ്റവും ചൂട് കൂടിയ മാസം ഇത് തന്നെയാണ്? മെയ് മാസമാണ്. കേട്ടോ. പൊതുവെ വെയിലുള്ളപ്പോൾ എപ്പോഴും ചൂടാണ് എങ്കിൽ തന്നെയും മെയ് മാസത്തിലാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്നത്. അതുപോലെ തന്നെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചൂട് കൂടിയ പ്രദേശം ഏതാണ്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചൂട് കൂടിയ പ്രദേശം ഏതാണ്? ജയ്സാൽമീർ ആണ്. കേട്ടോ. ഹോട്ടസ്റ്റ് പ്ലേസ് ഓഫ് ഇന്ത്യ, ആൻസർ ജയ്സാൽമീർ, രാജസ്ഥാൻ. രാജസ്ഥാനിലെ ജയ്സാൽമീർ ആണ് ഇന്ത്യയിലെ ഏറ്റവും ചൂട് കൂടിയ പ്രദേശം. അതുപോലെ തന്നെ കേരളത്തിലെ ഏറ്റവും ചൂട് കൂടിയ പ്രദേശം ഏതാണ്? പുനലൂരാണ്. പുനലൂരാണ്. ഹോട്ടസ്റ്റ് പ്ലേസ് ഓഫ് കേരള, ആൻസർ പുനലൂർ, ജില്ല കൊല്ലമാണ്. അതുപോലെ തന്നെ ആവറേജ് ടെമ്പറേച്ചർ, അതായത് ആവറേജ് താപനില ഏറ്റവും കൂടുതൽ രേഖപ്പെടുന്ന സ്ഥലം കേരളത്തിലാണ്? ചിറ്റൂര്, പാലക്കാടാണ്. കേട്ടോ. വിച്ച് പ്ലേസ് ഷോസ് ആവറേജ് ടെമ്പറേച്ചർ? ആൻസർ ചിറ്റൂര് ഡിസ്ട്രിക്റ്റ് ആണ്. പാലക്കാട് ഡിസ്ട്രിക്റ്റ് ആണ്. പാലക്കാട്. ചിറ്റൂർ ലൊക്കേറ്റഡ് സിറ്റുവേറ്റഡ് പാലക്കാട് ഡിസ്ട്രിക്റ്റ്.
അതുപോലെ തന്നെ നമ്മൾ ഇനി പറയുന്നത് തെക്കു പടിഞ്ഞാറൻ മൺസൂണിനെ കുറിച്ച് പറയുകയാണ്. തെക്കു പടിഞ്ഞാറൻ മൺസൂൺ എന്ന് മുതൽ എന്ന് വരെയാണ് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ അനുഭവപ്പെടുന്നത് എന്ന് മുതൽ എന്ന് വരെയാണ്? ആ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ അനുഭവപ്പെടുന്നത് ജൂൺ മുതൽ സെപ്റ്റംബർ വരെ, ജൂൺ ടു സെപ്റ്റംബർ. അതുപോലെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന മാസം ഏതാണ്? ജൂലൈ മാസമാണ്. Which month gets most rainfall of Kerala? Most rainfall of India? ആൻസർ എന്താണ്? ആൻസർ ജൂലൈ ആണ്. Which month gets most rainfall of Kerala? ആൻസർ എന്താണ്? ആൻസർ ജൂലൈ മാസത്തിലാണ് കേരളത്തിലും ഇന്ത്യയിലും ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന മാസം. അതുപോലെ പറയുകയാണെങ്കിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശം ഏതാണ്? ഏതാണ്? മൗസിൻറാം മേഘാലയയിലുള്ള മൗസിൻറാമിലാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശം കേട്ടോ. വിച്ച് പ്ലേസ് ഗെറ്റ്സ് മോസ്റ്റ് റെയിൻഫാൾ ഓഫ് ഇന്ത്യ? ആൻസർ മൗസിൻറാം. എവിടെയാണ്? മേഘാലയ. മൗസിൻറാം ലൊക്കേറ്റഡ് മേഘാലയയിലാണ് മൗസിൻറാം സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ പറയുകയാണെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ്, കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശം ഏതാണ്? ഏതാണ്? നേര്യമംഗലമാണ്. വിച്ച് പ്ലേസ് ഗെറ്റ്സ് മോസ്റ്റ് റെയിൻഫാൾ ഓഫ് കേരള? ആൻസർ നേര്യമംഗലം. എറണാകുളമാണ്. ജില്ല ഏതാണ്? എറണാകുളമാണ്. ജില്ല ചോദിച്ചാൽ ആൻസർ എറണാകുളം. അതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണ്, കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ജില്ല ഏതാണ്? കോഴിക്കോട് ജില്ലയാണ് കേട്ടോ. കോഴിക്കോട് ജില്ലയിലാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത്. വിച്ച് ഡിസ്ട്രിക്ട്സ് ഗെറ്റ്സ് മോസ്റ്റ് റെയിൻഫാൾ ഓഫ് കേരള? ആൻസർ കോഴിക്കോട്. ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ജില്ല ഏതാണ്? ആൻസർ കോഴിക്കോട് ജില്ലയാണ്. അതുപോലെ കേരളത്തിൽ ഏറ്റവും കുറച്ച് മഴ ലഭിക്കുന്ന ജില്ല ഏതാണ്? ഏത് ജില്ലയാണ്? തിരുവനന്തപുരം ജില്ലയാണ്. Which place gets least rainfall of Kerala? Answer Trivandrum. Which district gets least rainfall of Kerala? Answer Trivandrum. അതുപോലെ പറയുകയാണെങ്കിൽ നമ്മൾ വടക്ക് കിഴക്കൻ മൺസൂൺ, നോർത്ത് ഈസ്റ്റേൺ മൺസൂൺ. നോർത്ത് ഈസ്റ്റേൺ മൺസൂൺ എന്ന് പറയുമ്പോൾ എന്ന് മുതൽ എന്ന് വരെയാണ്? ഒക്ടോബർ നവംബർ 2 മാസങ്ങളിലേ അനുഭവപ്പെടുന്നുള്ളൂ? വടക്ക് കിഴക്കൻ മൺസൂൺ അനുഭവപ്പെടുന്നുള്ളൂ. അതുപോലെ നിങ്ങളുടെ ലിങ്ക് ക്വസ്റ്റ്യൻ പറഞ്ഞുതരാം. ഇന്ത്യയുമായി ഏറ്റവും കൂടുതൽ കര അതിർത്തി പങ്കുവെക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ബംഗ്ലാദേശാണ് കേട്ടോ. വിച്ച് കൺട്രി ഷെയർസ് മോസ്റ്റ് ലാൻഡ് ബൗണ്ടറി ടു ഇന്ത്യ? ആൻസർ ബംഗ്ലാദേശ്. അതുപോലെ ഇന്ത്യയുമായി ഏറ്റവും കുറച്ച് കര അതിർത്തി പങ്കുവെക്കുന്ന രാജ്യം ഏതാണ്? ഭൂട്ടാനാണ്. വിച്ച് കൺട്രി ഷെയർസ് ലീസ്റ്റ് ലാൻഡ് ബൗണ്ടറി ടു ഇന്ത്യ? ആൻസർ ഭൂട്ടാനാണ് ഇന്ത്യയുമായിട്ട് ഏറ്റവും കുറച്ച് കര അതിർത്തി പങ്കുവെക്കുന്നത്. ഇന്ത്യയുമായിട്ട് സമുദ്ര അതിർത്തി പങ്കുവെക്കുന്ന രാജ്യം ഏതാണ്? ശ്രീലങ്കയാണ് കേട്ടോ. അതുപോലെ പറയുകയാണെങ്കിൽ നമ്മുടെ അതിർത്തി രേഖകളെ കുറിച്ച് പറയണം. അത് ബൗണ്ടറി ലൈൻസ്. അപ്പം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വേർതിരിക്കുന്നു കേട്ടോ. ഇന്ത്യ സെപ്പറേറ്റ്സ് ഫ്രം പാകിസ്ഥാൻ. ആൻസർ റാഡ്ക്ലിഫ് ലൈൻ സെപ്പറേറ്റ്സ് ഇന്ത്യ ഫ്രം പാകിസ്ഥാൻ. ഇന്ത്യയെ പാകിസ്ഥാനിൽ നിന്ന് വേർതിരിക്കുന്നു റാഡ്ക്ലിഫ് ലൈൻ അല്ലെങ്കിൽ റാഡ്ക്ലിഫ് രേഖ. ഇന്ത്യയെ ചൈനയുമായി വേർതിരിക്കുന്നു എന്താണ്? മക്മോഹൻ രേഖ. ലൈനാണ്. മക്മോഹൻ ലൈൻ സെപ്പറേറ്റ്സ് ഇന്ത്യ ഫ്രം ചൈന. അതുപോലെ പറയുന്നത് ഇന്ത്യയെ ശ്രീലങ്കയും തമ്മിൽ വേർതിരിക്കുന്ന എന്താണ്? പാക് കടലിടുക്ക്. ഇന്ത്യയെ ശ്രീലങ്കയിൽ നിന്ന് വേർതിരിക്കുന്ന എന്താണ്? പാക് കടലിടുക്കാണ്. പാക് സ്ട്രേറ്റ്സ് സെപ്പറേറ്റ്സ് ഇന്ത്യ ഫ്രം ശ്രീലങ്ക. ഇന്ത്യയെ ശ്രീലങ്കയിൽ നിന്ന് വേർതിരിക്കുന്നതാണ്? പാക് കടലിടുക്കാണ്. തെക്കേ അമേരിക്കയും വടക്കേ അമേരിക്കയും തമ്മിൽ വേർതിരിക്കുന്നത് എന്താണ്? പനാമ കനാലാണ്. പനാമ കനാൽ സെപ്പറേറ്റ്സ് സൗത്ത് അമേരിക്ക ഫ്രം നോർത്ത് അമേരിക്ക. ഒരു വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ്. പാകിസ്ഥാനെയും അഫ്ഗാനിസ്ഥാനെയും തമ്മിൽ വേർതിരിക്കുന്നത് എന്താണ്? ഡ്യൂറൻഡ് ലൈൻ സെപ്പറേറ്റ്സ് പാകിസ്ഥാൻ ഫ്രം അഫ്ഗാനിസ്ഥാൻ. അപ്പം ഞാൻ ഇവിടെ വന്നത്
പുതിയകാവ് മാവേലിക്കരയുള്ള ദീപം ലോ അക്കാഡമിയുടെ LLB എൻട്രൻസ് കോച്ചിങ് ക്ലാസ്സുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ടാണ്. ഈ ക്വസ്റ്റ്യൻസ് ഏവർക്കും കാണാവുന്നതാണ്, കേട്ട് പഠിക്കാവുന്നതാണ്. ഈ പറയുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം പരീക്ഷകൾക്ക് മോസ്റ്റ് യൂസ്ഫുൾ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. വീഡിയോ കാണുന്നവരൊക്കെ വീഡിയോ കാണുക. ഇത് വീഡിയോ തുടർച്ചയായിട്ട് കാണുന്നവർക്ക് മാത്രമേ എന്തുണ്ടാകത്തുള്ളൂ, ആ വീഡിയോ കാണുന്നത് കൊണ്ടുള്ള ബെനിഫിറ്റ്സ് ഉണ്ടാവുകയുള്ളൂ കേട്ടോ. അതുകൊണ്ട് വീഡിയോ തുടർച്ചയായിട്ട് കാണുക.